ബംഗാളിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ധാരാളം സർവേകൾ പുറത്തു വന്നിട്ടുണ്ട്. കേരളത്തിലേക്ക് അതൊന്നും അങ്ങ് എത്തുന്നില്ല, യേശൊന്നുമില്ല. അപ്പോൾ ഈ ബംഗാളിലെ സർവേകളുടെ മൊത്തത്തിൽ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ആര് ജയിക്കുമെന്നാണ്? കാറ്റ് എങ്ങോട്ട് വീശുന്നുവെന്നാണ്? അവിടെ വന്നിട്ടുള്ള സർവേകളിൽ തൃണമൂലിന് തന്നെയാണ് മുൻതൂക്കം. തുടർഭരണമാണ്. അതായത് അവിടെ 148 സീറ്റ് വേണം ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ. ആകെ 294 സീറ്റാണുള്ളത്. അപ്പോൾ അതിൽ ഒന്നാം ഘട്ടത്തും 23-ാം തീയതിയും രണ്ടാം ഘട്ടം ഏപ്രിൽ 29, 2 ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നത്. അവിടെ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലായിടത്തും ഒരു ഘട്ടമാണ്. കാരണം അവിടെ ഒന്ന് ഏരിയ വളരെ വ്യത്യസ്തമായ ഒരു ഭൂപ്രകൃതിയാണ്. പിന്നെ പ്രശ്നങ്ങൾ മറ്റൊരിടത്തും ഇല്ലാത്ത പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവരത് ചെയ്തിരിക്കുന്നത്. അത് പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഈ മിക്ക സർവേകളിലും ഒരു കേവല ഭൂരിപക്ഷത്തിന് തൊട്ടു മുകളിൽ വോട്ട് കുറയും. അപ്പോൾ അല്ലേ, അവരുടെ സീറ്റ് കുറയും. പക്ഷെ തൊട്ടു മുകളിൽ അവർ നിൽക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ അപൂർവം ചില സംഘടനകൾ, അതായത് ജൻ കി ബാത്ത് പോലുള്ള ചില സർവേകൾ നടത്തിയിട്ടുണ്ട്. അതിൽ BJP ഏറ്റവും വലിയ ഒറ്റകക്ഷി ആകും എന്നുള്ളൊരു പ്രവചനം. വളരെ കുറച്ച് ആളുകളെ അങ്ങനെ പറയുന്നുള്ളൂ. ഈ വോട്ട് വിഹിതത്തിൽ സർവേകളിൽ പ്രധാനമായിട്ടും പറയുന്നത് 44 മുതൽ 46% വരെ TMCക്ക് കിട്ടും എന്നാണ്. BJPക്ക് 40 മുതൽ 42 വരെ ശതമാനം. TMCക്ക് 40 to 46 BJPക്ക് 42 അല്ല, TMCക്ക് 44 to 46 ആണ്. BJPക്ക് 40 to 42 ആണ് പറഞ്ഞിരിക്കുന്നത്. കൂടുതൽ വരുന്നത് ചില സർവേകളിൽ പറയുന്നത് 45 മുതൽ 47 വരെ കിട്ടുമെന്ന് പറയുന്നുണ്ട് TMCക്ക്. BJPക്ക് അപ്പോഴും 39 മുതൽ 41 വരെ. മറ്റുള്ളവർ 12 മുതൽ 14% വരെ എന്നാണ് പറയുന്നത്. എന്തായാലും ഒരു 3-4% വോട്ട് വ്യത്യാസമാണ് ഈ സർവേകളിൽ. കോൺഗ്രസിനും CPM-നും ഒന്നും കിട്ടിയിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം എന്തെങ്കിലും? ഇപ്രാവശ്യം അധീർ രഞ്ജൻ ചൗധരിയൊക്കെ ശക്തമായിട്ട് മമതയ്ക്കെതിരെ രംഗത്തുണ്ട്. കോൺഗ്രസിന് ചിലപ്പം സാധ്യത 1-2 കിട്ടിയെന്ന് വരാം കഴിഞ്ഞോണത്തെ പോലെ. പക്ഷേ CPM-നെ സംബന്ധിച്ചിടത്തോളം ഒരു അനിശ്ചിതത്വമുണ്ട്. അവർക്ക് വലിയ പ്രതീക്ഷയില്ല. ഇപ്പോഴും വലിയ പ്രതീക്ഷയില്ല. ഇപ്പം ഈ വോട്ട് വ്യത്യാസം 3 to 4% കുറഞ്ഞത് ഒരു വലിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. നേരത്തെ പോലെയല്ല, വലിയ വ്യത്യാസം ഇപ്പോൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വടക്കൻ ബംഗാളിൽ 54 സീറ്റുകളുള്ള വടക്കൻ ബംഗാളിൽ ഇപ്പോഴും BJP തന്നെ ഏറ്റവും വളരെ വലിയൊരു ശക്തിയായിട്ട് മാറി നിൽക്കുന്നുണ്ട് വടക്കൻ ബംഗാൾ. ഞാൻ ഈ പറയുന്ന സർവേകളെല്ലാം വന്നത് ഈ സ്ത്രീ സംവരണ വോട്ടെടുപ്പ് കഴിഞ്ഞതിന് മുമ്പുള്ളതാണ്. അത് കഴിഞ്ഞൊരു വലിയ മാറ്റം. അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങൾ ഇന്നും നാളെയായിട്ട് അറിയാൻ സാധിക്കുള്ളൂ. എനിക്ക് നരേന്ദ്രമോദി ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ അതിന് കൃത്യമായൊരു ലക്ഷ്യം കാണും. ഈ ബംഗാളിൽ ഇപ്പോൾ അവർക്ക് ജയിച്ച് കയറാം, ഈ ഒരു നല്ല ശക്തമായിട്ടുള്ള ഒരു സ്ത്രീ പക്ഷ ഒരു പ്രവൃത്തി നടത്തിയാലെന്നുള്ള ഒരു എന്തോ അഭിപ്രായം കിട്ടിയത് കൊണ്ടായിരിക്കും പെട്ടെന്ന് ഇങ്ങനെ അദ്ദേഹം പാർലമെന്റിനെ സെഷൻ വിളിച്ചു കൂട്ടി. അല്ല, ബംഗാളിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് ഈ കാറ്റ് വീശാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അറിയാലോ, 3 സീറ്റിൽ നിന്ന് ഒറ്റ നിയമസഭാ തെരഞ്ഞെടുപ്പ് കൊണ്ടാണ് 77-ലെത്തിയത്. അടിപടലമാണ് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ആണെങ്കിലും ഈ അടപടലം പോകുന്ന ഒരു സ്റ്റേജാണുള്ളത്. ഒരു ഒഴുക്കാണ് ആളുകൾ. ചക്രവർത്തിയെ പോലെ ഭരിച്ചുകൊണ്ടിരുന്ന CPM ഒറ്റയടിക്ക് ഒന്നുമില്ലാതെ മറ്റ് നമ്മുടെ സംസ്ഥാനങ്ങളിലൊക്കെ നടക്കുന്നത് ഒരു 4 തെരഞ്ഞെടുപ്പ്. ഇപ്പം ഇവിടെ നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്ന സോഷ്യലിസ്റ്റ് പാർട്ടികൾ, ജനതാ പരിവാരങ്ങൾ, അതൊക്കെ ഇങ്ങനെ ഇല്ലാതായി പോകുന്നത് NDP തുടങ്ങിയ വളരെ കാലം 2-3-4 ഇലക്ഷൻ ക്രമപ്രവർത്തനമായിട്ട് ആണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവിടെ അങ്ങനെയല്ല. അതെങ്ങനെ വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുപോലെ ഈ കൂറുമാറ്റങ്ങൾ നടക്കുന്നതും അതുപോലെയാണ്. പോകുന്നെങ്കിൽ 30-40 പേര് ഒരുമിച്ചങ്ങ് പോകും. അപ്പോൾ ഇപ്പോഴും ഉള്ളൊരു പ്രതീക്ഷ അതാണ്. BJP ഒരു 100-120 സീറ്റിലെത്തിയാൽ അവർ അടുത്തൊരു 6 മാസത്തിനുള്ളിൽ ഭരണം പിടിക്കും എന്നൊരു ഒരു ശ്രുതി അവിടെയുണ്ട്. കാരണം ഈ
TMC ആളുകൾക്ക് പോകാൻ വലിയ മടിയൊന്നുമില്ല. അധികാരം കിട്ടുകയാണെങ്കിൽ അവർക്ക് പ്രത്യയശാസ്ത്രപരമായ TMC സംബന്ധിച്ച് പ്രത്യയശാസ്ത്രപരമായ ബാധ്യതയൊന്നുമില്ല. നമ്മുടെ അധികാരത്തിന് ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാർ പറയുന്നേ ഉള്ളൂ. അവർക്ക് പ്രത്യയശാസ്ത്രപരമായ ബാധ്യതകളൊന്നുമില്ല. മറ്റു പല കൺസിഡറേഷൻസും ആണ്. മാത്രമല്ല ഈ കേന്ദ്രഭരണം ഇന്ത്യ മുന്നണിക്ക് കിട്ടില്ല, ഇനി അടുത്ത കാലത്തെങ്കിലും കിട്ടില്ല എന്നുള്ളൊരു പൂർണ്ണമായ വിശ്വാസം അവിടുത്തെ ആളുകളിൽ വന്നു കഴിഞ്ഞു. അപ്പോൾ കേന്ദ്രത്തിലെ ആനുകൂല്യങ്ങൾ അവിടുത്തെ ജനങ്ങൾക്കും ഈ ജനപ്രതിനിധികൾക്കും ഉപയോഗപ്പെടുത്തണമെങ്കിൽ കേന്ദ്ര സർക്കാരുമായിട്ട് നിൽക്കുന്ന ഒരു ഡബിൾ എൻജിൻ സർക്കാർ വേണം എന്നുള്ളൊരു വിചാരം ഒരു നല്ല ഒരു രാഷ്ട്രീയ പ്രവർത്തകരിലും പിന്നെ രാഷ്ട്രീയ നിരീക്ഷകർക്കിടയിലും അങ്ങനെ ഒന്നുണ്ട്. കാരണം ഈ വളരെ പ്രധാനപ്പെട്ട പല സ്കീമുകളും ആരോഗ്യം, വിദ്യാഭ്യാസ മേഖലകളിലെ പല സ്കീമുകളിലും കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ അവർ ഈ രാഷ്ട്രീയ വൈരം കൊണ്ട് അതിൻ്റെ ക്രെഡിറ്റ്, കാരണം അതിൻ്റെ പേരിൻ്റെ കൂടെ PM എന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പേരുകളുള്ള ഒരു സ്കീം അവിടേക്ക് എടുക്കുന്നു. കേരളം പോലെ തന്നെ നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഉള്ള പദ്ധതികൾ കേരളം അത്രയും ഇല്ല, എടുക്കുന്നുണ്ട്, പക്ഷെ പേര് മാറ്റുന്നുണ്ട്. പക്ഷെ അവർ ചെയ്യുന്നില്ല. അവരത് എടുക്കാതിരിക്കുന്നത് കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് അതിൻ്റെ നഷ്ടം സംഭവിക്കുന്നു എന്നൊരു ധാരണ അവിടുത്തെ ആളുകൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടൊരു BJPക്ക് അധികാരത്തിൽ വരാൻ കഴിയും എന്ന് കണ്ടാൽ ഇതിൽ നിന്ന് ആളുകൾ പോകാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഒരു പശ്ചാത്തലം അവിടെയുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞു കേൾക്കുന്നത്, അവിടെ നമ്മുടെ ദ്രൗപദി മുർമു ആരെയും ഒന്നും പറയാത്ത ആളാണ്. അവരെ പോലും പ്രകോപിപ്പിക്കുന്ന തരത്തിൽ അവർക്കൊരു വേദി പോലും കൊടുത്തു. സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണ് അവർ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പ്രഥമ പൗരയില്ല, രാഷ്ട്രത്തിൻ്റെ പിതാവ്, രാഷ്ട്രപതി എന്ന് പറയുന്ന പദം അലങ്കരിക്കുന്ന ആ ഒരാൾ, അതും ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ അവിടെ വന്നപ്പോൾ, അതും സാന്താൾ വിഭാഗത്തിൻ്റെ ഒരു വന്നിരുന്നത്, അത് ആദിവാസികളുടെ ആഘോഷത്തിനായിട്ട് വന്നു. അവർക്കൊരു വേദി കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞ് ഒരു തരം കാണിച്ചത് ഒരു ധിക്കാരമാണ്, അധികാരത്തിൻ്റെ ദുരുപയോഗമാണ്. അതുപോലെ തന്നെ രാഷ്ട്രപതിയെ അപമാനിക്കലും രാഷ്ട്രത്തെ അപമാനിക്കലും എല്ലാം കൂടി ഇൻവോൾവ് ചെയ്ത് അവിടെ ഒരു 15-20 മണ്ഡലങ്ങൾ, നിയമസഭാ മണ്ഡലങ്ങൾ വിഭാഗാദിവാസി SC/ST വിഭാഗങ്ങളുടെ വോട്ട് വളരെ നിർണായകമായിട്ടുള്ള മണ്ഡലങ്ങളുണ്ട്. സാന്താൾ വിഭാഗം മാത്രമല്ല, അല്ലാതെയുള്ള ആദിവാസി വിഭാഗങ്ങളുണ്ട്, ഗോത്ര വിഭാഗങ്ങളുണ്ട്. അവരെല്ലാം കൂടി അത്രയും ഒരു ഏതാണ്ട് 30 സീറ്റെങ്കിലും വിധി നിർണ്ണയിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രെങ്ത് ഉള്ള മണ്ഡലങ്ങളുണ്ട്. ആ മണ്ഡലങ്ങൾ എങ്ങനെ വരും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ പറഞ്ഞ ദ്രൗപദി മുർമുവിനെ അപമാനിക്കുന്ന രീതിയിലുള്ള അവിടുത്തെ പ്രവർത്തനങ്ങളും എന്ന് മാത്രമല്ല, ദ്രൗപദി മുർമു ആരോടും ഒന്നും പറയാത്തല്ല. പക്ഷേ ഇവിടെ പ്രകോപിതരാവുകയും അവർ എന്താണ് ഇങ്ങനെ എന്നോട് കാണിച്ചത്, ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന് അവർക്ക് ചോദിക്കേണ്ടി വന്നു. ആ ചോദ്യം ബംഗാളികളുടെ നെഞ്ചത്ത് കൊള്ളുന്ന ഒരു ചോദ്യം. അത് പ്രധാനമന്ത്രിയും അമിത്ഷായും എല്ലാ യോഗങ്ങളിലും എല്ലാ പ്രചരണ റാലികളിലും ഇതൊരു പ്രധാന പ്രശ്നമായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന ഏജൻസികളുടെ കണക്കനുസരിച്ച്, അതും ഞാൻ മുൻകൂട്ടി പറയാം, വനിതാ ബില്ലിന് മുമ്പ് വന്നിരിക്കുന്നത് News 18 പറഞ്ഞിരിക്കുന്നത് ഒപ്പീനിയൻ പോളിൽ തൃണമൂലിന് 165 മുതൽ 175 വരെ, BJPക്ക് 110 മുതൽ 120 വരെ. പക്ഷെ അവർ ഇടത് കോൺഗ്രസ് സഖ്യത്തിന് 3 മുതൽ 7 വരെ സീറ്റ് സാധ്യത പറഞ്ഞിട്ടുണ്ട്. ഇടത് കോൺഗ്രസ് സഖ്യത്തിന് കോൺഗ്രസിനായിരിക്കും അത് കിട്ടുക. അതെ, നിൽക്കുന്നത് മാട്രിക്സ് മറ്റേ ഇന്ത്യ TVയുടെ 158-168 തൃണമൂലിന് പറയുന്നത്. അവിടെയും BJPക്ക് 120 മുതൽ 130 വരെ പറയുന്നുണ്ട്. ജൻ കി ബാത്തിൽ ഏപ്രിൽ ആദ്യവാരം നടത്തിയതിൽ 142-152 തൃണമൂലിന് പറഞ്ഞിരിക്കുന്നത്. BJPക്ക് 138 മുതൽ 148 വരെ. ഇടത് സഖ്യത്തിന് 0 to 2 ആണ് പറഞ്ഞിരിക്കുന്നത്. 0 തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതെ. മണി കൺട്രോൾ അനാലിസിസിൽ തൃണമൂലിന് 155+, BJPക്ക് 125+, മറ്റത് ബിലോ 5 എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാട്രിക്സ് ന്യൂസ് നാഷണലിൽ 148-158 തൃണമൂലിന്, BJPക്ക് 130-140. അതിലാണ് 140 വരെ പറഞ്ഞിരിക്കുന്നു. ജൻ കി ബാത്തിലാണ് 145-155 പറഞ്ഞിരിക്കുന്നത്. അതേസമയത്ത് അവിടെ തൃണമൂലിന് 135-145 പറഞ്ഞിരിക്കുന്നത്. പരാജയപ്പെടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇടത് കോൺഗ്രസ് സഖ്യത്തിന് അതിൽ 0 to 2 ആണ് പറഞ്ഞിരിക്കുന്നത്. സി വോട്ടറിൽ അത് വളരെ പ്രധാനപ്പെട്ടാണ്. 155-165 തൃണമൂലിന് പറഞ്ഞിരിക്കുന്നത്.
BJPക്ക് 115, 125, 125 വരെ അവർ പറഞ്ഞിട്ടുണ്ട്. ഡീകോഡറിൽ 150+ തൃണമൂലിന് പറഞ്ഞിരിക്കുന്നു. BJPക്ക് 135+ ആണ് പറഞ്ഞിരിക്കുന്നത്. വലിയ വ്യത്യാസമില്ല. നൈറോയുടെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇടത് കോൺഗ്രസ് സഖ്യത്തിന് 5-ൽ താഴെ. ഇതാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നിന്നല്ല ഒരു കാര്യം നമുക്ക് വ്യക്തമാണ് നമ്മൾ ഉപസംഹരിക്കുന്നതിന് മുമ്പ്. അതായത് BJP 100 കടക്കും. 100 കടക്ക് മാത്രമല്ല, പല പ്രവചനങ്ങളും പറയുന്നത് 120 കടക്കും. 120 അതൊരു ഡേഞ്ചർ പോയിന്റ് ആണ്. എല്ലാവരും മിക്കവാറും പേര് പറയുന്നത്, അതിനകത്ത് വിശ്വസനീയമായ എല്ലാ സർവേകളും 115 മേളിലാണ് പറയുന്നത്. 115 ഏറ്റവും കുറഞ്ഞു പറഞ്ഞിരിക്കുന്നത്. BJPക്ക് ഭരണത്തിൽ വരാൻ അത് മതി. കാരണം 148 വരെ ഉണ്ട് പ്രവചനം. ആ പ്രവചനം ശരിയാണെങ്കിൽ ഒരു ഓപ്പറേഷൻ കമൽ അല്ലെങ്കിൽ അതുപോലെ സമാനമായൊരു ഓപ്പറേഷൻ കൊണ്ട് അധികാരം പിടിച്ചെടുക്കാനുള്ള നേതൃശേഷിയും പാഠവും പ്രത്യേകിച്ചും GJക്കുണ്ട്. കാരണം BJPയുടെ പ്രത്യയശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു അടിത്തറയാണ്. തൃണമൂലിന് ആ ഒരു ബേസ് ഇല്ല. ഭരണത്തിലിരിക്കുമ്പോൾ ചുറ്റും കൂടിയിരിക്കുന്ന ആൾക്കാർ, സർക്കാർ കടത്തിൽ കൈയിടാൻ വേണ്ടി വരുന്ന ആൾക്കാർ, അങ്ങനെയുള്ളൊരു മാസ് ബേസ് മാത്രമേ ഉള്ളത് എന്നതുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ BJPക്ക് തിളങ്ങുന്ന സാധ്യതയാണ്. പ്രത്യേകിച്ചും ഈ സർവേകളെല്ലാം വന്നിരിക്കുന്നത് വനിതാ സംവരണ ബില്ലിൻ്റെ അവതരണം പാർലമെന്റിൽ നടത്തി പരാജയപ്പെടുന്നതിന് തൊട്ടു മുമ്പായിരുന്നു. ആ പരാജയം പോലും ഒരു വിജയമായിട്ട് BJP ബംഗാളിൽ മാറ്റും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പ്രചാരണ വാക്യങ്ങളിലും പ്രധാനമന്ത്രിയുടെ പ്രചാരണങ്ങളിലുമെല്ലാം മുഴങ്ങി നിൽക്കുന്ന, അല്ലെങ്കിൽ അവിടെ ഉയർന്നു നിൽക്കുന്ന ആ സന്ദേശങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അതിൽ ഈ സർവേ നടത്തിയവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം, ഈ വടക്കൻ ബംഗാളിൽ BJPക്കുള്ള സ്വാധീനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. BJPക്ക് ഇപ്പം ഏതാണ്ട് 54 സീറ്റാണുള്ളത്. അതിൽ ഈ രാജ്വംശി എന്ന് പറഞ്ഞൊരു സമുദായമുണ്ട്. ഈ അതിൽ ഈ കൂച്ച് ബിഹാർ, ജയ്പാഗുരി, ദക്ഷിൺ ദിനാജ്പൂർ തുടങ്ങിയിട്ടുള്ള ജില്ലകളിൽ ഏതാണ്ട് 30% വരുന്നൊരു വിഭാഗമാണിത്. ഈ വിഭാഗം നേരത്തെ BJPയുമായിട്ട് അത്ര ഇതിലായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ അവർ ഒരു BJP അനുകൂലികളായിട്ട് മാറിയിരിക്കുന്നു. കാരണം അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരുപാട് പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് ഇപ്പം ധാരാളം പുതിയ വാഗ്ദാനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ഈ വിശ്വകർമ്മ, അവരെ വിഭാഗത്തിൽപ്പെട്ടവരാണ് ഈ വിഭാഗത്തിൽപ്പെട്ടവരെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനുള്ള സ്കീമുകൾ. അപ്പോൾ അതിന് ചുരുക്കി പറഞ്ഞാൽ സ്കീമുകൾ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൊണ്ട് ബംഗാളിലെ പിന്നാക്ക വിഭാഗക്കാരുടെ മനസ്സും കീഴടക്കിയ സ്ഥിതിക്ക് കാറ്റിപ്പോൾ ബംഗാളിൽ BJPക്ക് അനുകൂലമായിട്ടാണ്. വടക്കോട്ടാണ് കാറ്റടിക്കുന്നത് എന്ന് വേണമെങ്കിൽ നമുക്ക് വടക്കൻ പൂർണ്ണമായിട്ടും ഒരു വിജയം എന്ന് പറയുന്ന ഒരു ഗവൺമെന്റ് ഉണ്ടാക്കത്തക്ക വിജയം കിട്ടുമെന്ന് ആരും പ്രവചിക്കുന്നില്ലെങ്കിലും ഏതാണ്ട് അതിനോട് അടുത്തേക്ക് എത്തുകയാണ് എന്നൊരു സൂചന കൊടുത്തു. അതായത് 77-ന് 100-ന് മുകളിലേക്ക് കടക്കുമെന്നുള്ളത് എൻ്റെ ഉറപ്പായിട്ടും. അതെ, 100-ന് താഴെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് അത് തന്നെ ഒരു വിജയമാണ്. തന്നെ പറഞ്ഞു, അതൊരു വിജയം തന്നെയാണ് തീർച്ചയായിട്ടും. ആ കാറ്റ് അതൊരു ട്രെൻഡാണ്. പ്രവണത ഈ റിസൾട്ടിനെ എത്രത്തോളം നമുക്കത് കാണാം. നമുക്ക് മെയ് 4-ന് അത് കാണാം എത്തിക്കും എന്നുള്ളതാണ്. പിന്നെ ഈ SIRൽ കൂടി പുറത്തുപോയ വോട്ടുകൾ, അതിനെക്കുറിച്ചുള്ള ഒരു എല്ലാം കൂടെ ചേർന്ന ഒരു റിസൾട്ട് ആയിരിക്കണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.